പേര് ജിബി. ഞാൻ ചങ്ങനാശ്ശേരി ചീറഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യം ഈ കൃപാസനത്തിൽ വരുന്നത് 2022 വൈഫ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. വൈഫിന് കുറേ അനുഗ്രഹങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2023 മെയ് 15 13 തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ആ ഉടമ്പടി അനുസരിച്ചുള്ള ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു 3 മാസം 4 തവണയോളം പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ വന്നത്. അപ്പം 4ാമത്തെ തവണ പുതുക്കാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് സാർ എന്നോട് ചോദിച്ചു, ഇതുവരെ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ലേ, ഇനി അനുഗ്രഹം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി നാണക്കേടായി പോയി തോന്നി. കാരണം 4 പ്രാവശ്യം പുതുക്കിയിട്ട് ഉടമ്പടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ വേദനയോടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ അതിന് ശേഷം അടുത്ത ഉടമ്പടി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ ഉടമ്പടി പുതുക്കണമെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തന്നെങ്കിലേ പറ്റുള്ളൂ, തരാതെ ഞാൻ ഇനി ഉടമ്പടി പുതുക്കുകയില്ല, ഞാൻ ഇങ്ങോട്ട് വരികയില്ല. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നു, ഒരു ബൈക്കുണ്ടായിരുന്നു. ഈ കാറും ബൈക്കും എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടിട്ട് എന്നും വഴി കിടക്കാനേ നേരമുള്ളൂ. നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോഴും ഈ വണ്ടി വഴിക്ക് കിടന്ന് നാണം കെട്ടിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു വണ്ടി ഒന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. 2 വർഷമായിട്ട് ഞാൻ ഈ വണ്ടി മാറാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചു, എനിക്ക് വണ്ടി രണ്ടും മോശമാണ്, എനിക്ക് സാമ്പത്തികമില്ല, ഇതൊന്ന് മാറിയെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരണം. അതിന് ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം എനിക്കൊരു കാറ് വാങ്ങാൻ പറ്റി. അപ്പം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം അധികം ബാധ്യതയില്ലാത്ത രീതിയിൽ എനിക്കൊരു വാഹനം എടുക്കാൻ സാധിക്കണം. പക്ഷേ എന്തായാലും കൊള്ളാം, 1 മാസം കഴിഞ്ഞപ്പം ഒരു ബാധ്യതയില്ലാതെ എനിക്ക് കാറെടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബൈക്കും മാറിയെടുക്കാൻ പറ്റി. ഇത് രണ്ടിലും എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ഈ ബൈക്കും കാറും എടുത്തത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് എനിക്ക് തെളിവ് പറയാനായിട്ടുള്ളത്, ഞാൻ പല വാഹനങ്ങളും OLX വഴി മേടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ OLX കണ്ട ഒരു വാഹനം മേടിക്കാൻ ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോഴേ, കോട്ടയത്തെ ഒരു ഷോറൂമിൽ ചെന്നപ്പോൾ കണ്ടാൽ നല്ല വാഹനമാണ്, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണ ഒരു ബൈക്ക് എടുക്കാനോ കാർ എടുക്കാനോ പോകുമ്പം ഒരു മെക്കാനിക്കിനെ കൂട്ടിയാണ് എല്ലാവരും പോകാറുള്ളത്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ വരാൻ മെക്കാനിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, എന്തെങ്കിലും മോശമുള്ള വണ്ടിയാണെങ്കിൽ ഈ വണ്ടി എടുക്കാൻ എന്നെ അനുവദിക്കരുത്, അതിനെന്തെങ്കിലും തടസ്സം നിൽക്കണം. ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടി കണ്ടപ്പോൾ നല്ല വണ്ടിയാണ്, നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചു, ഫൈനാൻസ് കിട്ടും. അങ്ങനെ നിന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ വണ്ടിയുടെ കേസിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിനെന്തെങ്കിലും ഒരു തടസ്സം അല്ല മോശമാണെങ്കിൽ അമ്മ അതിനൊരു തടസ്സം നിൽക്കണം, അല്ല അതിന് പറ്റിയൊരാളെ കാണിച്ചു തരണം. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് തന്നെ ഒരു വ്യക്തി വേറൊരു വാഹനം നോക്കാൻ അവിടെ വന്നു. ആ വ്യക്തി വേറൊരു വാഹനം നോക്കിയിട്ട് മോശമാണെന്ന് പറഞ്ഞു പോയി. ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ആരുമില്ല, ഈ വാഹനം നല്ലതാണോ എന്നൊന്ന് നോക്കിയിട്ട് പറയണം. അമ്മ അന്നേരത്തേക്ക് ആ പുള്ളി പറഞ്ഞു നോക്കാം. ഞങ്ങൾ ഈ പുള്ളിയെ കാണിച്ച്, പുള്ളി എൻ്റെ ബോണറ്റൊക്കെ പൊക്കി നോക്കിയതിന് ശേഷം പറഞ്ഞു, ഈ വണ്ടി ഒരു കാരണവശാലും എടുക്കരുത്, ഇത് മൊത്തം ഇടിച്ച് നശിച്ച വണ്ടിയാണ്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ആ വണ്ടി എടുക്കാൻ പോകാൻ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എടുത്തിരുന്നെങ്കിൽ ഞാനിത് പണിത് പഴയ വണ്ടി പോലെ ആയേനെ. പക്ഷേ ആ കൃപ അത് അമ്മ പിന്നെ ഒരു ദിവസത്തിൽ ഈ ആലപ്പുഴ തന്നെ ഒരു നല്ല വണ്ടി എടുക്കാൻ എനിക്ക് കൃപ തരികയും ചെയ്തു. പിന്നെ എനിക്ക് അടുത്തുള്ളത് ഞങ്ങളെ കുടുംബത്തിൽ സമാധാനക്കുറവാണ്. പല കാര്യങ്ങളും ഒരാവശ്യമില്ലാതെയാണ് വീടുകളിൽ വഴക്കുണ്ടാകുന്നത്. ഒരാവശ്യമില്ല, നമ്മൾ പറയേണ്ട കാര്യത്തിലല്ല വഴക്കുണ്ടാകുന്നത്. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഞാൻ നിയോഗം വെച്ച്, ഈ പ്രാവശ്യവും ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച്, അമ്മേ ഈ കുടുംബത്തിലെ സമാധാനക്കേടൊന്നും മാറ്റിത്തരണം. അമ്മ അതിൻ്റെ അനുഗ്രഹം എനിക്ക് തന്നു. കഴിഞ്ഞ 5 മാസമായിട്ട് വീട്ടിലൊരു വഴക്കുമില്ല, സമാധാനമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് പറഞ്ഞാൽ ഒരാവശ്യവും ഇല്ലാത്തൊരു വഴിയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് വീണപ്പോൾ എനിക്ക് തോന്നി, ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പരിക്കുമില്ല, വണ്ടിക്കും പരിക്കില്ല. പക്ഷേ ഇതിനകത്ത് വഴി മാതാവിന് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ചെറുതായിട്ടൊരു നീര് വന്നു. ഞാനിതുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഷുഗർ പരിശോധിക്കണം. ഞാൻ ഇന്നേ വരെ ഷുഗർ പരിശോധിച്ചിട്ടില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഷുഗർ പരിശോധന വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഷുഗർ പരിശോധിക്കുകയില്ല. എൻ്റെ ഷുഗർ പിന്നെയും കൂടുതലായി, അതിലും വലിയ അപകടത്തിലൂടെ പോവുമായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ആ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്കൊരു അപകടവും പറ്റിയില്ല. എനിക്ക് ഈ ഒരു വിഷയം അമ്മ എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് ഷുഗർ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ 5:30 ഞങ്ങൾ കൃപാസനത്തിൽ പ്രാർത്ഥന കൂടാറുണ്ട്.
അച്ഛൻ്റെ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്നുണ്ട്. എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡിനകത്ത്. അതിനകത്ത് നിയോഗം ഞങ്ങൾ വെക്കുന്ന എല്ലാ നിയോഗവും മാറാൻ സാധിച്ചിരുന്നു. ഞാൻ ഒരു പ്രിൻറ്റിങ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പൊതുവേ ഓർഡർ കുറവാണ് എനിക്ക്. എങ്കിൽ പോലും നിയോഗം വെച്ച് ഞാൻ അന്ന് പ്രാർത്ഥിച്ച അന്നൊരു ഓർഡർ മാതാവ് കൊണ്ട തരും. എനിക്ക് എങ്ങും പോകണ്ട. ഈ നിയോഗം വെച്ച അന്ന് ദിവസങ്ങളിലെല്ലാം എനിക്ക് മാതാവ് ഇതുപോലത്തെ ഓരോ ഓർഡറുകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കും. അതിന് മാതാവിന് ഒരുപാട് നന്ദി. യേശുവിനെ ഞാൻ കർത്താവും രക്ഷകനും ആയിട്ട് ഏറ്റുപറയുന്നു. ഏറ്റുപറച്ചിലാണ് ഏറ്റവും വലുത്. എൻ്റെ യേശുവിനെ ഞാൻ ഈ നിയോഗത്തിൽ എല്ലാം സാധിച്ചത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവും രക്ഷകനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞ കുറേ കാലം 10-15 വർഷമായിട്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരധ്യായം പോലും വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഈ നിയോഗം എടുത്ത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ പറ്റി, മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റി. അതുപോലെ തന്നെ പ്രാർത്ഥനാത്മക ജീവിതം നയിക്കാൻ എനിക്ക് കൂടുതൽ സാധിച്ചു. പണ്ടത്തെ ഒരു പ്രാർത്ഥനയിലല്ല, ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒരു ദിവസം പോലും പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയില്ല എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ 4:30 എഴുന്നേറ്റ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എനിക്ക് എല്ലാ കൃപകളും തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണാറുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ക്യാഷായിട്ടും അല്ലാത്ത സഹായമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്കിന് മാനസിക രോഗമുള്ളവരൊക്കെ വഴി കാണാറുണ്ട്. അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവരുടെ സന്തോഷം കാണാം. അവർ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം എനിക്ക് എൻ്റെ മനസ്സ് നിറയുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ വഴിയെ പോകുന്ന ഈ മാനസിക രോഗികൾക്കൊക്കെ ഇതുപോലെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരത്തിൽ 2 പേര് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് തൈലം പുരട്ടിയാണ് ഞാൻ കൃപാസനത്തിൻ്റെ പത്രം ഓരോരുത്തർക്കും കൊടുക്കുന്നത്. വീട്ടിലിരുന്ന എല്ലാ പേപ്പറിലും ഞാൻ കൃപാസനത്തിൻ്റെ തൈലം പുരട്ടിയതിന് ശേഷമാണ് ഞാനിത് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃപ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന്, മാതാവിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 28-ാം അധ്യായം 21-ാം തിരുവചനം അരുളി ചെയ്യുന്നു: എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തൻ്റെ സഹോദരനായ ഏസാവിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ് പറയുന്ന വചനഭാഗങ്ങളാണ് നാം കേട്ടത്. അതായത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്നുണ്ട്, നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. നിൻ്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ ദൈവം പറഞ്ഞു കേട്ട് പിന്നീട് തൻ്റെ സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോകുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് തൻ്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ ദൈവത്തിന് കൊടുത്തുകൊണ്ട് യാക്കോബ് പറയുന്ന ആ വചനങ്ങളാണ് നാം കേട്ടത്. ഇന്ന് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ദൈവം തങ്ങൾക്ക് നൽകുന്ന കൃപകൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മക്കളും സാക്ഷ്യം പറയുന്നു. ജിബി എന്ന ഈ മകനും തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയായിരുന്നെന്നും, എന്നാൽ ഇന്ന് താൻ എത്രമാത്രം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് എൻ്റെ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയും. ഉണ്ണാനും ഉടുക്കാനും തനിക്കുണ്ടെങ്കിൽ തൻ്റെ ദൈവത്തെ, അതായത് തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ താൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് പറയുന്ന യാക്കോബ് അതേ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഉടമ്പടിയുടെ മക്കൾ ദൈവത്തെ പുകഴ്ത്തുന്നത്, ദൈവത്തെ പ്രകീർത്തിക്കുന്നത്. അങ്ങനെ തൻ്റെ വീട്ടിൽ കുടുംബ സമാധാനം അതില്ലായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ഇന്നിപ്പോൾ അതൊന്നും തനിക്കില്ല. അതായത് ഉടമ്പടി എടുത്ത ഉടനെ ഇതൊന്നും സംഭവിച്ചില്ല. അതിന് കാരണം തൻ്റെ തന്നെ അനാസ്ഥയാണ്. അതായത് ഉടമ്പടി ജീവിതം താൻ അത്രയേറെ നന്നായിട്ടൊന്നും ജീവിച്ചില്ല. എന്നാൽ പിന്നീട് ജീവിതത്തിൽ വ്യക്തി ജീവിതത്തെ താൻ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഇന്ന് കർത്താവ് കൂടെ നടക്കുന്ന അനുഭവം ഈ മകനുണ്ടാകുന്നു. അതുപോലെ വെഹിക്കിളിൻ്റെ കാര്യമൊക്കെ ഇവിടെ നാം കേൾക്കുകയുണ്ടായി. പിന്നീട് തൻ്റെ തനിക്ക് അപകടം സംഭവിച്ചത്
അത് നന്മയ്ക്കാണെന്ന് ഇന്ന് ഈ മകൻ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, അതായത് ചിലപ്പോഴത് സാമ്പത്തികമാകാം, ജോലിയില്ലാത്തതാകാം, നമ്മെ ആരും മനസ്സിലാക്കാത്തതാകാം, ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അപകട സാഹചര്യങ്ങൾ. ഇതൊക്കെ ഒരു അപകടമാണ്. അതായത് നാം തന്നെ നമുക്ക് ചുറ്റും ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടല്ലോ എന്ന് നമ്മെ തന്നെ പേടിച്ച് നാം കഴിയുന്ന ഓരോ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളിലാണ് ദൈവിക ശക്തി പൂർണ്ണമായും പ്രകടമാകാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മെ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ ഇന്ന് താൻ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് നിറഞ്ഞ വ്യക്തിയായി കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, തൻ്റെ ആത്മീയ ജീവിതം എത്രമാത്രം വളർന്നു. ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവാണ് നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും അതുതന്നെയാണ്. അല്ലാതെ നാം ഇങ്ങനെ കുറേയേറെ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം നേടി ഈ ലോകത്തിന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാകരുത്. നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യം, ഒരു ഉറച്ച ജീവിത നിലപാടുകൾ, ഇതാണ് ഇന്ന് വ്യക്തികൾക്ക് ഉടമ്പടിയിലൂടെ അനുഭവപ്പെടുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന് നമുക്ക് ഇന്ന് വരെയും നമുക്കൊന്നും കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കിട്ടാത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നൽകാത്ത നന്മകൾക്ക് നാം നന്ദിയുള്ളവരാകുമ്പോൾ അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ കൃപകൾക്കായി എഴുതി ചേർക്കപ്പെടുന്നു എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. അപ്പോൾ ലഭിക്കാത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.